എല്ലാവർക്കും ട്രാവൽ ഓൺ റോഡ്സിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ കാണാൻ പോകുന്നത് എയർ ഇന്ത്യ വിമാനത്തിൽ കൊച്ചി ടു ന്യൂഡൽഹി ടു ഫ്രാങ്ക്ഫർട്ട് ജർമ്മനിയിലേക്ക് ഞങ്ങൾ പോകുമ്പോൾ കിട്ടിയ ഒരു എക്സ്പീരിയൻസ് ആണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. കൊച്ചിയിൽ നിന്ന് നമുക്ക് എയർ ഇന്ത്യ ഫ്ലൈറ്റ് കറക്റ്റ് ടൈമിന് തന്നെ നമുക്കൊരു ഡിപ്പാർച്ചർ കിട്ടി. അതിനുശേഷം ന്യൂഡൽഹിയിലേക്ക് ഉള്ള ഫ്ലൈറ്റിൽ നല്ല ഒരു സീറ്റിംഗ് എക്സ്പീരിയൻസ് ആണ് ലഭിച്ചത്. ഫുഡും ബ്രേക്ക്ഫാസ്റ്റ് രീതിയിലുള്ളൊരു ഫുഡാണ്. കാരണം മോർണിംഗ് 6:30 ആയിരുന്നു ഫ്ലൈറ്റ് ടൈം. സോ നല്ലൊരു ഫുഡും ഞങ്ങൾക്ക് ലഭിച്ചു. അതിനുശേഷം ന്യൂഡൽഹി എയർപോർട്ടിൽ വന്നിറങ്ങി. ഡൽഹി എയർപോർട്ടിലെ ഡൊമസ്റ്റിക് ടെർമിനലാണ് നമ്മൾ വന്നിറങ്ങുന്നത്. അതിനുശേഷം ഇൻ്റർനാഷണൽ ടെർമിനലിലേക്ക് നമ്മൾ നടക്കേണ്ടതായിട്ടുണ്ട്. ആ പോകുന്ന വഴിയിലെല്ലാം നമുക്ക് സൈൻ ബോർഡ്സൊക്കെ അവൈലബിൾ ആണ്. ഇല്ലെങ്കിൽ അവിടെയുള്ള സ്റ്റാഫ് ആരെങ്കിലുമായിട്ട് ചോദിച്ചാൽ തന്നെ അവർ നല്ല രീതിയിൽ സപ്പോർട്ടീവാണ്. സോ ഞങ്ങളങ്ങനെ ഇൻ്റർനാഷണൽ ടെർമിനലിലെ ഡിപ്പാർച്ചർ ഏരിയ ലക്ഷ്യം വെച്ച് നടന്നുകൊണ്ടിരുന്നു. ഇതിൽ വലിയൊരു കാര്യം, നമ്മൾ കൊണ്ടുപോകുന്ന ലഗേജ് 92 kg ഞങ്ങൾക്ക് ലഗേജ് അവൈലബിൾ ആയിരുന്നു. ആ ലഗേജ് നമുക്ക് അവിടെ നിന്ന് കളക്ട് ചെയ്യേണ്ടതായിട്ടില്ല. അത് നേരെ ജർമ്മനിയിലെത്തിയിട്ട് നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷനിൽ മാത്രമേ കളക്ട് ചെയ്യേണ്ടതുള്ളൂ. അതൊരു നല്ലൊരു കാര്യമായിട്ട് തോന്നി. നമുക്ക് 4 മണിക്കൂറിലധികം അവിടെ ലേ ഓവർ ഉണ്ടായിരുന്നു. അതും നല്ലൊരു കാര്യമാണ്. കാരണം കാലത്ത് നമുക്ക് കൊച്ചിയിൽ നിന്ന് ഡൽഹിയിലെത്തി പെട്ടെന്ന് തന്നെ അടുത്ത ഫ്ലൈറ്റ് ഇല്ല. അത് കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് ലോഞ്ചിലൊക്കെ നമുക്ക് പോകാനുള്ള സൗകര്യമൊക്കെ ലഭിച്ചിരുന്നു അവിടെ. അപ്പോൾ ഡൽഹിയിലെ ഇൻ്റർനാഷണൽ ടെർമിനലിലെ ലോഞ്ചും ഞങ്ങൾ യൂസ് ചെയ്തിരുന്നു. നല്ലൊരു സർവീസായിരുന്നു ലോഞ്ചിൽ ലഭിച്ചത്. പിന്നീട് അവിടെ ചെക്കിങ് ചെയ്തു നമ്മൾ ഇൻ്റർനാഷണൽ ടെർമിനലിലേക്ക് കടന്നു. ഇൻ്റർനാഷണൽ ടെർമിനലിൽ ഒരുപാട് ഡ്യൂട്ടി ഫ്രീ ഷോപ്പുകൾ ഉള്ളതുകൊണ്ട് നമുക്ക് സമയം പോകാനും നമുക്ക് പർച്ചേസ് ചെയ്യാനൊക്കെ ആയിട്ടുള്ള ഒരു അവസരം അവിടെ ലഭിച്ചിരുന്നു. അതിനുശേഷം ഗേറ്റിലേക്ക് ഞങ്ങൾ നടന്നു. കുറച്ച് ദൂരം നടക്കാനുണ്ടായിരുന്നു ലോഞ്ചിൽ നിന്ന് ഗേറ്റിലേക്ക് എത്താനായിട്ട്. പിന്നീട് ഗേറ്റിൽ ഒരു അരമണിക്കൂറോളം ഞങ്ങൾ വെയിറ്റ് ചെയ്തു. ഒരു 20 to 30 മിനിറ്റ്സ് ഫ്ലൈറ്റ് ഡിലേ കാണിച്ചിരുന്നു. എന്നിരുന്നാലും നമുക്ക് ഫ്രാങ്ക്ഫർട്ട് ജർമ്മനിയിൽ പ്രോപ്പറായിട്ടുള്ള കറക്റ്റായിട്ടുള്ള സമയത്തിന് മുമ്പ് തന്നെ ഫ്ലൈറ്റ് അവിടെ എത്തിച്ചേരാനാണ് ഉണ്ടായത്. ഇൻഫ്ലൈറ്റ് എക്സ്പീരിയൻസസ് പറയുമ്പോൾ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ എൻ്റർടൈൻമെൻറ്റ് സിസ്റ്റം തന്നെയാണ്. കാരണം നമുക്ക് ഈ ഒരു ലോങ് ജേർണി ടൈമിൽ എൻ്റർടൈൻമെൻറ്റ് ചെയ്യാനായിട്ട് എന്തെങ്കിലും നമുക്ക് സ്ക്രീനിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ടൈം പാസ് ഉണ്ടാവുള്ളൂ. പ്രത്യേകിച്ച് കുട്ടികളുമായിട്ടുള്ള യാത്രയിൽ നമുക്ക് അതൊരു വലിയൊരു കാര്യമാണ്. കാരണം അവർ എത്ര നേരം എന്ന് വെച്ചാണ് നമ്മൾ കിടന്നുറങ്ങുക അല്ലേ. അപ്പോൾ ആ ഒരു ഫ്ലൈറ്റിലെ എൻ്റർടൈൻമെൻറ്റ് സിസ്റ്റം നന്നായിരുന്നു. കുട്ടികൾക്കായാലും വലിയവർക്കായാലും എൻ്റർടൈൻ ചെയ്യാൻ പറ്റാവുന്ന രീതിയിലുള്ള കാർട്ടൂൺസും മറ്റുള്ള ഫിലിംസും എല്ലാം അവൈലബിൾ ആയിരുന്നു. അതിനുശേഷം എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ ഒരു സീറ്റിൻ്റെ കാര്യം തന്നെയാണ്. പിന്നെ നമുക്ക് ഒരു കുഷ്യൻ എന്നുള്ള രീതിയിൽ ചെറിയൊരു തലവണ തന്നിരുന്നു. ഈ ഒരു ബ്ലാങ്കറ്റ് തന്നിരുന്നു. അതെല്ലാം നന്നായിട്ട് തോന്നി. സീറ്റിങ്ങിൻ്റെ ഇതിൽ നമുക്ക് അത്രയ്ക്കൊരു പുഷ് ബാക്ക് സീറ്റല്ല, എന്നിരുന്നാലും ഓക്കെ ആയിരുന്നു. പിന്നീട് സീറ്റിൻ്റെ മുൻപിൽ നമുക്ക് കിട്ടുന്ന ഈ ലീഫ്ലെറ്റ്സും അതിനോടനുബന്ധിച്ച് അവർ വെക്കാറുള്ള ആ ഒരു എയർ സിക്നെസ് ബാഗുമാണ് ചെക്ക് ചെയ്യേണ്ടത്. ഞങ്ങളുടെ സീറ്റിൻ്റെ മുമ്പിൽ എയർ സിക്നെസ് ബാഗ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ എല്ലാവരും എയർ സിക്നെസ് ബാഗ് നമ്മുടെ സീറ്റിൻ്റെ മുമ്പിൽ ഉണ്ടോയെന്ന് ഒന്ന് കൺഫേം ചെയ്തതിന് ശേഷം യാത്ര സ്റ്റാർട്ട് ചെയ്യാം. പിന്നീട് പെട്ടെന്ന് തന്നെ ഞങ്ങൾക്ക് ഫുഡ് വന്നു. ഗുലാബ് ജാമുൻ വെജിറ്റേറിയൻ ഫുഡാണ് നമുക്ക് കിട്ടിയത് അല്ലേ. അവർ വെജിറ്റേറിയനാണ് തന്നത്, നോൺ വെജിറ്റേറിയൻ ഇല്ല അല്ലേ. പിന്നെ ദഹി, തൈരുണ്ട്, പിന്നെ ബണ്ണുണ്ട്. ഇതെന്താ? നമുക്ക് നോക്കട്ടെ എന്താണ് ഇത്. എന്തായിരിക്കും? വാവ്, ബിരിയാണി, വെജിറ്റബിൾ ബിരിയാണി.
അപ്പോഴേക്ക് സെയിം ഇതൊക്കെ കണ്ട വെജിറ്റബിൾ ബിരിയാണി. അങ്ങനെ വെജിറ്റബിൾ ബിരിയാണിയും മറ്റു ഫുഡും എല്ലാം കഴിച്ച് കഴിഞ്ഞപ്പോഴാണ് എയർ ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഒരു ഗിഫ്റ്റ് ഹാമ്പർ എബിലിന് ലഭിച്ചത്. പിന്നെന്തിട്ടുള്ള എയർ ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് കിട്ടിയ ആ ഒരു ഗിഫ്റ്റ് ഹാമ്പർ അവൾക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ആ ഒരു ബുക്കിൽ കുറേ നേരം കളർ ചെയ്തും സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചും അങ്ങനെ ആൾ കുറച്ച് സമയം അതിൽ സ്പെൻഡ് ചെയ്തു. ഈ വിസ്ത ഇൻഫ്ലൈറ്റ് എൻ്റർടൈൻമെൻറ്റ് സിസ്റ്റം നമ്മുടെ ഫോണിലേക്കും ലാപ്ടോപ്പിലേക്കുള്ള വൈഫൈ കണക്ഷനെ കുറിച്ചിട്ടുള്ള ഒരു ലീഫ്ലെറ്റായിരുന്നു. സെക്കൻഡ് ടൈമിൽ വന്ന ഫുഡിൽ നമുക്ക് ചപ്പാത്തിയും ചിക്കനുമാണ് പ്രൊവൈഡ് ചെയ്തിരുന്നത്. പിന്നെ നല്ലൊരു ഡെസേർട്ടും ഉണ്ടായിരുന്നു. അത് നല്ല തിരക്കേടില്ലാത്തൊരു ഫുഡ് തന്നെയായിരുന്നു. ഈ ഫുഡ്സിൻ്റെ കൂടെ തന്നെ നമുക്ക് ഡ്രിങ്ക്സും പ്രൊവൈഡ് ചെയ്തിരുന്നു. ടീ, കോഫി, അതുപോലെ തന്നെ എയറേറ്റഡ് ഡ്രിങ്ക്സ് ആയ സ്പ്രൈറ്റ്, കോള, പിന്നെ ആൽക്കഹോളിക് ഡ്രിങ്ക്സും എല്ലാവരും പ്രൊവൈഡ് ചെയ്തിരുന്നു. നല്ല സർവീസ് തന്നെയായിരുന്നു എയർഇന്ത്യയിൽ നിന്ന് നമുക്ക് ലഭിച്ചത്. ഇതൊക്കെ പൊട്ടല്ലേ? നമ്മൾ ഡൽഹിയിൽ നിന്ന് അരമണിക്കൂറോളം ലേറ്റായെങ്കിലും ഫ്രാങ്ക്ഫർട്ട് എയർപോർട്ടിൽ കൃത്യസമയത്ത് തന്നെ ഫ്ലൈറ്റ് അവിടെ ലാൻഡ് ചെയ്തിരുന്നു. ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തതിന് ശേഷം ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അവിടേക്കാണ് നമ്മൾ നടന്നെത്തുന്നത്. അവിടെ നിന്ന് നമ്മുടെ പാസ്പോർട്ടിൽ എൻട്രി കിട്ടിയതിന് ശേഷമാണ് നമ്മുടെ ലഗേജ് കളക്ഷന് വേണ്ടി നമ്മൾ നടന്നെത്തുന്നത്. ലഗേജ് കളക്ഷൻ്റെ അവിടെ കുറച്ച് ഒരു ഡിലേ ആയിട്ട് തോന്നി. കാരണം നമുക്ക് 2 ഫ്ലൈറ്റിലെ ലഗേജസ് ഒരുമിച്ച് ഒരു ബെൽറ്റിലൂടെയാണ് അവർ കടത്തി വിട്ടുകൊണ്ടിരുന്നത്. സോ അതിൽ നിന്ന് നമ്മുടെ ലഗേജ് കണ്ടെത്താനായിട്ട് കുറച്ച് ടൈം എടുത്തു. എന്നിരുന്നാലും നമ്മൾ ഈ ഒരു മീറ്റിംഗ് പോയിന്റിലേക്ക് ജർമ്മനിയിലെത്തുമ്പോൾ പലർക്കും ഭാഷയിൽ ഡോയ്ഷാണ് എല്ലാ സ്ഥലത്തും എഴുതി വയ്ക്കുന്നതാണ് പറയുന്നത്. പക്ഷേ എന്നിരുന്നാലും ഇവിടെ മീറ്റിംഗ് പോയിന്റ് എന്നുള്ള രീതിയിൽ ട്രൈഫ് പോയിൻറ്റിൻ്റെ അവിടെ നമുക്ക് പലയിടത്തും എയർപോർട്ടിൽ പലയിടത്തും ഇംഗ്ലീഷ് വേർഡുകൾ അവർ എഴുതി വെച്ചിട്ടുണ്ട്. സോ ആ ഒരു വേർഡിങ്സ് ഉള്ളത് കൊണ്ട് നമുക്ക് സൈൻ ബോർഡ്സ് വായിച്ചിട്ട് നമുക്ക് ഉദ്ദേശിച്ച മീറ്റിംഗ് പോയിന്റിലേക്ക് എത്തിപ്പെടാനായിട്ട് സാധിച്ചു. ജർമ്മനിയിൽ വൈഫിനെ മീറ്റ് ചെയ്തതിന് ശേഷം ഞങ്ങൾ നേരെ ഞങ്ങളുടെ ഫ്രണ്ട് വന്നിരുന്നു ജോയലിൻ്റെ കാറിലാണ് തിരിച്ച് വീട്ടിലേക്ക് എത്തിയത്. സോ ഈ ഒരു വീഡിയോ എയർ ഇന്ത്യ ഫ്ലൈറ്റിലൂടെ ഞങ്ങൾക്ക് കിട്ടിയ ഒരു എക്സ്പീരിയൻസിനെ കുറിച്ചിട്ടുള്ളൊരു വീഡിയോ ആണ്. സോ എയർ ഇന്ത്യ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഹെൽപ്ഫുള്ളായിരിക്കട്ടെ. നല്ലൊരു ഫ്ലൈറ്റും നിങ്ങൾക്ക് ആശംസിക്കുന്നു. നല്ലൊരു യാത്ര ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.